ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി നടത്തുന്ന തുണയെനിക്ക് യേശുവേ എന്ന സംഗീത പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടന്നു വരുന്ന സംഗീത പരിപാടിയാണ് ഇന്ന് തുണയെനിക്ക് യേശുവേ എന്ന പേരിൽ നടത്തപ്പെടുന്നത്. ഇന്നും എം ഇ ചെറിയാൻ സാറിന്റെ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിപ്പാൻ അടിയങ്ങൾക്ക് ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ, അമേരിക്കയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ആത്മീയ ശുശ്രൂഷ രംഗത്തും പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ് ഫിലിപ്പ് കെ ആൻഡ്രൂസ്. പ്രിയ സഹോദരൻ ആണ് ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിലും ഈ മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കാൻ കർത്താവിന്റെ ദാസന് ഇടയായി. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ ഞാൻ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ മനോഹര ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുവദിച്ച ഈ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുണയെനിക്ക് യേശുവേ എന്ന പേരിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ എം എ ചെറിയാൻ സംഗീത വിരുന്നിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ കുറിയന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുറിയ മനുഷ്യൻ. എന്നാൽ ദൈവകരങ്ങളിൽ അദ്ദേഹം സമർപ്പിക്കപ്പെട്ടപ്പോൾ മലയാള ക്രൈസ്തവ ലോകം കണ്ട ഒരു പെരിയ സുവിശേഷകനായ കഥയാണ് എം ഇ ചെറിയാൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആരാണ് ഈ എം ഇ ചെറിയാൻ സാർ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഒരു ഉത്തരം പറയുവാൻ കഴിയുകയില്ല. അധ്യാപകൻ, വേദപണ്ഡിതൻ, ഉപദേഷ്ടാവ്, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, പത്രാധിപർ, കവി, ഗാനരചയിതാവ്, സംഗീതജ്ഞൻ എന്നീ നിലകളിലെല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളിലൂടെ, അതിന്റെ പിന്നാമ്പുറ അനുഭവങ്ങളിലൂടെ നാം ഒരു സഞ്ചാരം നടത്തുകയാണ്. എന്നാൽ നമ്മുടെ പരിപാടിയുടെ കേന്ദ്ര ബിന്ദുവായ ചെറിയാൻ സാറിന്റെ ഗാനങ്ങളുടെ എല്ലാം കേന്ദ്രമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കേന്ദ്ര ബിന്ദു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എം ഇ ചെറിയാൻ സാറിനോടൊപ്പം നമുക്കും പാടാം യേശുവേ നിൻപാദം കുമ്പിടുന്നേ. അനുഗ്രഹീത ഗായകൻ സജീവൻ മാത്യു ഐമനം മെൽബണിൽ നിന്നും നമുക്കായി ഈ ഗാനം പാടും. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ.
നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവ തിന്മകൾ നീക്കുവ വിൺമഹിമാവേടിഞ്ഞോ ഹാലേലുയ ആമേൻ ഹാലേലുയ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതി എന്നെ ഹാലേലുയ ആമേൻ ഹാലേലുയ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ എന്നുമീ ഞാനിനിയും നിന്നുടെ സ്വന്തമത്രേ എന്നുമീ ഞാനിനിയും നിന്നുടെ സ്വന്തമത്രേ ഒന്നുമേ ശക്തമല്ലീ ബന്ധം മാറ്റുക എന്തൊരു ഭാഗ്യമീത് ഹാലേലുയ ആമേൻ ഹാലേലുയ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ താങ്ക് യു ബ്രദർ സജീവ് മാത്യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സിംഗിങ്. എത്ര മനോഹരമായിട്ടാണ് കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന നിലയിൽ ആ ഗാനം എഴുതിയിരിക്കുന്നത്. എന്നുമേ ഞാൻ ഇനിയും നിന്നുടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ല ഈ ബന്ധം മാറ്റുവാൻ. എന്തൊരു ഭാഗ്യം ഇത്! നമുക്കൊരുമിച്ച് ഈ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം.
1917 സെപ്റ്റംബർ മാസം 17-ാം തീയതിയായിരുന്നു എം വി ചെറിയാൻ സാറിന്റെ ജനനം. കുറിയന്നൂർ കുഞ്ഞച്ചൻ ഉപദേശിയുടെയും ഏലിയാമ്മയുടെയും പുത്രനായി അദ്ദേഹം ജനിച്ചു. ബാല്യത്തിൽ തന്നെ വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എം വി ചെറിയാൻ സാർ. തുടർന്ന് താൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഒരു അധ്യാപകനായി തീർന്നു. ഈ അധ്യാപകനായി തീർന്ന സമയത്ത് താൻ വളരെ നല്ല എഴുത്തിൽ വാസന പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഉപന്യാസങ്ങളും ഗാനങ്ങളും ഒക്കെ അദ്ദേഹം എഴുതുവാനായിട്ട് തുടങ്ങി. താൻ തന്റെ ഗാനരചനയുടെ അനുഭവങ്ങളെപ്പറ്റി ഓർക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ് താൻ ആദ്യത്തെ 2 ഗാനങ്ങൾ എഴുതുന്നത്. ആ 2 ഗാനങ്ങൾ എഴുതി താനത് ആരെയും പഠിപ്പിച്ചൊന്നുമില്ല. കാരണം അത് ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഗാനങ്ങളാണല്ലോ. അതുകൊണ്ട് താനത് തന്റെ കയ്യിൽ തന്നെ അത് സൂക്ഷിച്ചു. യേശു മതി മനമേ, ആശ്രിത വത്സരൻ യേശു മഹേശനെ, ഈ 2 ഗാനങ്ങളായിരുന്നു താൻ എഴുതുന്നത്. എന്നാൽ ചില നാളുകൾക്ക് ശേഷം സൈമൺ സാറിനെ കണ്ടപ്പോൾ താൻ ഈ ഗാനങ്ങൾ കാണിച്ചു. അപ്പോൾ സൈമൺ സാറിന് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി. സൈമൺ സാർ അദ്ദേഹത്തെ കൊച്ചു സാർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കൊച്ചു സാറ് ആറാട്ടുപുഴ കൺവെൻഷന് ഈ പാട്ടൊന്ന് പാടണം എന്ന് സൈമൺ സാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അപ്പോ ചെറിയാൻ സാറിന് വളരെ സന്തോഷമായി. ആദ്യമായി എഴുതിയ ഗാനം ഏറ്റവും നല്ലൊരു കവിയായ മഹാകവിയായ സൈമൺ സാർ തന്നെ അപ്രൂവ് ചെയ്തല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ആറാട്ടുപുഴ കൺവെൻഷന് എത്തിയപ്പോൾ ഇങ്ങനെ താഴെ ഇരിക്കുകയാണ്. സൈമൺ സാർ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ കൊച്ചു സാറ് നല്ല 2 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ പാടി കേൾപ്പിക്കും, നിങ്ങളെല്ലാം അത് പഠിക്കണം. എന്നിട്ട് ഈ ചെറിയാൻ സാറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാറേ കയറി വന്ന് പാടിക്കൊടുത്താട്ടെ. അങ്ങനെ ആദ്യമായി ഒരു കൺവെൻഷൻ വേദിയിൽ ചെറിയാൻ സാറിന്റെ പാട്ടുകൾ അവതരിപ്പിക്കുകയാണ്. നോക്കുക, മഹാകവിയായ ഏറ്റവും നല്ല നിലയിൽ സംഗീത കാവ്യ കവിതാ മേഖലകളിലൊക്കെ ഏറ്റവും അധികം ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന സൈമൺ സാർ തന്നെ ഈ ചെറിയാൻ സാറിന്റെ പാട്ടിനെ പ്രകീർത്തിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം പറയുകയാണ്, സൈമൺ സാറ് അതത്ര അധികമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് ഗാനം എഴുതുവാനായിട്ടൊരു പ്രേരണ ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ സൈമൺ സാറ് നൽകിയ പ്രോത്സാഹനമായിരുന്നു എൻ്റെ പിന്നീടുള്ള ഈ ഗാനരചനയുടെ എല്ലാം പിന്നിൽ പ്രേരകമായിട്ട് ഭവിച്ചത്. നമുക്ക് ചെറിയാൻ സാർ എഴുതിയ ആ ഒരു ഗാനം തന്നെ ഇപ്പോൾ കേൾക്കാം. ആശ്രിത വത്സരൻ യേശു മഹേശനെ, ശാശ്വതമേ തിരുനാമം. അത് വളരെ ആദ്യമായി എഴുതിയ ഗാനം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സാഹിത്യ ഭംഗി നിറഞ്ഞതും എന്നാൽ ആത്മിക ആശയം നിറഞ്ഞതുമായ ഒരു ഗാനമാണ്. അതിലൊരു സ്റ്റാൻസ് എങ്ങനെയാണ്, ക്ഷണികമാണുലകിൻ മഹിമകൾ അറിയിൽ, അനുദിനം നിൻ പദതാരണ തിരയുകിൽ, അനന്ത സന്തോഷമുണ്ടൊടുവിൽ, വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയെ, കരുണയൻ കാതലെ വെടിയെഴുതഗതിയെ, തിരുകൃപ തരണമെൻ പതിയെ. എത്ര മനോഹരമായ ഒരു ഗാനം. ഈ ഗാനം അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ജോൺ തമ്പാൻ ന്യൂയോർക്കിൽ നിന്നും ആ ഗാനം നമുക്ക് വേണ്ടി പാടും. ആശ്രിതവത്സലനേഷു മഹേശനെ, ശാശ്വതമേ തിരുനാമം. ആശ്രിതവത്സലനേഷു മഹേശനെ, ശാശ്വതമേ തിരുനാമം. ശാശ്വതമേ തിരുനാമം. നിൻമുഖകാന്തി എന്നിൽ നീ ചിന്തി, നിൻമുഖകാന്തി എന്നിൽ നീ ചിന്തി, കന്മഷമാകെയകറ്റിയ നായക നന്മ വളർത്തണമെന്നും, നന്മ വളർത്തണമെന്നും.
ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. പാവന ഹൃദയം ഏകുക സദയം, പാവന ഹൃദയം ഏകുക സദയം. കേവലം ലോകസുഖങ്ങൾ വെടിഞ്ഞു ഞാൻ താവക തൃപ്പദം ചേരാൻ, താവക തൃപ്പദം ചേരാൻ. ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ക്ഷണികമാണുലകിൻ മഹിമകളറികിൽ, ക്ഷണികമാണുലകിൻ മഹിമകളറികിൽ. അനുദിനം നിൻ പദത്താരിണ തിരയുകിൽ അനന്ത സന്തോഷമുണ്ടൊടുവിൽ, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. വളരെ മനോഹരമായ ആ ഗാനം ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ആലാപനം. താങ്ക് യു സോ മച്ച്. എം എ ചെറിയാൻ സാറിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെട്ടത് മുതൽ ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. താൻ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് തീർന്നു. താൻ ആദ്യം പുല്ലാട് ഒരു സ്കൂളിൽ താൻ സംസ്കൃത സ്കൂളിൽ തന്നെ പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം കങ്ങഴയിലുള്ള ഒരു NM സ്കൂളിലേക്ക് താൻ തന്റെ അധ്യാപന വൃത്തി മാറി ചെയ്യുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് കുമ്പനാട് സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട് വന്നത്. ഈ സമയങ്ങളിലെല്ലാം താൻ തന്റെ സാഹിത്യവാസന വളരെ ശക്തമായി വെളിപ്പെടുത്തി തുടങ്ങിയിരുന്നു. എന്നാൽ താൻ ഏറ്റവും അധികം വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ബൈബിൾ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഒരിക്കലും ഒരു ദൈവദാസൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിന് ഇത്രയും ബൈബിൾ ജ്ഞാനമുള്ളതുകൊണ്ട് സാറിന് ബൈബിളിന്റെ മൊത്തത്തിൽ ഒരു ഭാഷ്യം, ഒരു കമന്ററി എഴുതിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കമന്ററി എഴുതുന്ന രീതിയല്ല, എന്റെ ചിന്തകൾ എപ്പോഴും ധ്യാനാത്മകമാണ്. അതുകൊണ്ട് എന്റെ രചനകൾ ആ നിലയിലാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, എം എ ചെറിയാൻ സാറിന്റെ ഗാനങ്ങളിലെല്ലാം ഈ ഒരു ധ്യാനാത്മക ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ ഒരു ഗാനമായി രൂപപ്പെട്ടപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അത് വന്നത് നമുക്കറിയാം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റാൻസയും നോക്കുമ്പോൾ നമുക്ക് ആ മൊത്തത്തിലുള്ള മരുപ്രയാണ യാത്രയുടെ ആ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയാണ്. അത് ഇന്ന് ആത്മീയമായ അർത്ഥത്തിൽ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു മനോഹര ചിന്തയായിട്ട് ആ ഗാനം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അടുത്ത ഗാനം നമുക്ക് കേൾക്കുവാനായിട്ട് പോകുന്നത് ഈ അതേ ഗാനമാണ്. ലിറ്റി ബെൻ നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ
പാപത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മരുവില ദൈവം എനിക്കധിപതിയെ മരുവില ദൈവം എനിക്കധിപതിയെ തരുമാവൻ പുതുമന്നയാതു മതിയെ തരുമാവൻ പുതുമന്നയാതു മതിയെ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മനോഹരമായ കനാൻ ദേശമേ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കഴിയാത്തൊരവകാശമേ അതേ എനിക്കഴിയാത്തൊരവകാശമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സംഗീതവും എന്റെ ബലവും എന്റെ സംഗീതവും എന്റെ രക്ഷയും യേശുവേ ഹല്ലേലൂയ എന്റെ രക്ഷയും യേശുവേ ഹല്ലേലൂയ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി താങ്ക് യു സിസ്റ്റർ ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സിംഗിങ്. നമ്മൾ അതിന്റെ വരികളിലൂടെ കടന്നുപോയപ്പോൾ എത്ര മനോഹരമായിരുന്നു അതിലെ ആശയങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എം.എ. ചെറിയാൻ സാറ് താനൊരു അധ്യാപകനായി ഇരിക്കുന്ന സമയത്ത് തന്നെ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും കർത്താവിന്റെ വേല ഒന്നാം സ്ഥാനമായി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തന്നിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അന്നുള്ള യുവജനങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്ത് സുവിശേഷ വേലയ്ക്ക് സാധ്യമാകുന്ന നിലയിൽ ഒരു കൂടിവരവുണ്ടാകണം എന്ന് താൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് YMEF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തുടക്കമായി തീരുന്നത്. അത് വളരെ ശക്തമായി താൻ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിനി ഈ അധ്യാപന ജോലിയിൽ തുടരണോ അതോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കണമോ എന്നുള്ള വലിയൊരു ചിന്താഭാരം ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ താൻ കങ്ങഴയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് ഞാൻ ജോലി രാജിവെച്ച് ഇനി ഞാൻ ജോലിക്ക് വേണ്ടി തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പെട്ടിയൊക്കെ എടുത്ത് മടങ്ങിപ്പോകുന്നു. എന്നാൽ കർത്താവിന്റെ വിളിയുടെ ഒരു ഉറപ്പ് ലഭിക്കാഞ്ഞതുകൊണ്ട് വീണ്ടും താൻ ആ ജോലി തുടർന്നു. ചില നാളുകൾ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കെയാണ് സൈമൺ സാറ് പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ ഒരു പ്രോഗ്രാമിൽ തനിക്ക് പങ്കെടുക്കുവാനായിട്ട് ഇടയായി തന്നത്. അന്ന് സൈമൺ സാർ വളരെ ശക്തമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനം നൽകുകയുണ്ടായി. എന്നിട്ട് പേരെടുത്ത് പറഞ്ഞു, ഈ ഇരിക്കുന്ന കൊച്ചു സാറ്
സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ദൈവം നിയോഗിച്ചാലും അത് ഏറ്റെടുക്കണം എന്നുള്ള നിലയിൽ താൻ ഒരു പ്രസ്താവന നടക്കുകയുണ്ടായി. ആളുകളെല്ലാം ഒരു സാധാരണ പ്രസംഗം പോലെ അത് കേട്ടെങ്കിലും ചെറിയാൻ സാറിന്റെ മനസ്സിൽ അത് വലിയൊരു വിളിയായിട്ട്, ദൈവത്തിന്റെ ഒരു നിയോഗമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ഇടവന്നു. അന്ന് താൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്ന് രാജിക്കത്ത് എഴുതി കൊടുത്തു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അന്ന് അനേകര് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. വളരെ പ്രമുഖരെന്ന് ചിന്തിക്കപ്പെടുന്ന പലരും പറഞ്ഞു, ഇപ്പോഴേ ഇറങ്ങേണ്ട ആവശ്യമില്ല, ഇപ്പോൾ കിട്ടുന്ന ഈ ശമ്പളം ഉണ്ടെങ്കിൽ വീടിനെയൊക്കെ നടത്തിപ്പോരാനായിട്ട് അത് മതിയാകും, അതുകൊണ്ട് പിന്നീട് പോയാൽ മതി എന്നൊക്കെ ഉള്ള നിലയിൽ അനേകർ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ തന്റെ ഉള്ളിലെ വിളി വളരെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം വേഗം തന്നെ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ്. അവിടെ ചെന്നു താൻ ആദ്യം ട്രാക്റ്റുകൾ കൊടുത്തു, ഭാഷ പഠിക്കുവാനായിട്ട് തുടങ്ങി. ചില സഹോദരന്മാർ ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ചില നാളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ ഒരു കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. മധുര പട്ടണത്തിലെ പല സ്ഥലങ്ങളിൽ താൻ പ്രവർത്തിച്ചു. എന്നാൽ വാണിയർ തെരുവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താൻ ഒരു സഭാ ഹാൾ പണിതു. അതിന്റെ മുകൾ നിലയിൽ ഒരു ഹോളും കുറച്ച് മുറികളും ഒക്കെ അറേഞ്ച് ചെയ്ത് ഒരു കുടുംബമായിട്ട് താമസിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭാര്യ, മക്കൾ എല്ലാവരുമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും എല്ലാം കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തത് ഈ ചെറിയാൻ സാറിനെ അറിയിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെയധികം വേദനിപ്പിക്കുവാനിടയായി തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു, ചെറിയാൻ സാറും കുടുംബവും ഈ ഹോളിന്റെ മുകളിൽ ഇങ്ങനെ താമസിച്ചു തുടങ്ങിയാൽ അത് ശരിയാവുകയില്ല, അതുകൊണ്ട് ചെറിയാൻ സാറിനെ അതിന്റെ മുകളിൽ നിന്നും നമുക്ക് ഇറക്കണം, അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. നമുക്കറിയാം, വളരെയധികം വേദന സഹിച്ച് അധ്വാനിച്ച് നാടും വീടും വിട്ട് പ്രവർത്തിച്ചുണ്ടായ ഒരു സഭയാണ്. സ്വന്തം സഭ തന്നെ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു വേദന ഉണ്ടായി. എന്നാൽ താൻ അതിനൊന്നും നെഗറ്റീവായിട്ട് പ്രതികരിക്കുവാനായിട്ട് തീരുമാനിച്ചില്ല. താൻ പറഞ്ഞു, 3 മാസത്തെ സമയമാണ് അവർ കൊടുത്തിരുന്നത്. അദ്ദേഹം പറഞ്ഞു, 3 മാസം വേണ്ട, ഞാൻ എത്രയും വേഗം തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ വളരെ വേദന നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ദൈവം അതിശയകരമായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അതിനിടയിൽ ആ വേദനയുടെ നടുവിൽ താൻ ഇങ്ങനെ എഴുതി, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ആ ഗാനം തന്റെ വേദനയുടെ ഭാഗമായി എഴുതി. എന്നാൽ അതേസമയം തന്നെ ആ എഴുതിയ പേപ്പറിന്റെ മറുവശത്ത് മറ്റൊരു ഗാനം കൂടെ എഴുതി, തുണ എനിക്ക് യേശുവേ കുറവിനിയുള്ളതാൽ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനയിൽ ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. നോക്കുക, അതിന്റെ താഴോട്ട് വരുമ്പോൾ പകയിന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോലെ. നോക്കുക, ഒരു പ്രശ്നത്തെ ഒരു ദൈവം പൈതൽ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചെറിയാൻ സാറിന്റെ ജീവചരിത്രം. കഴിഞ്ഞ വർഷം ആദ്യം എനിക്ക് എം ഇ ചെറിയാൻ സാറിന്റെ ഈ പ്രവർത്തന കേന്ദ്രമായ മധുര ഒന്ന് സന്ദർശിക്കുവാനായിട്ട് ഇടവന്നു. അന്ന് ബൈബിൾ ഭവൻ എന്ന പേരിൽ ഉള്ള എം ഇ ചെറിയാൻ സാർ സ്ഥാപിച്ച ആ സ്ഥലത്ത് പോകുവാനും അവിടെ വചനം പഠിപ്പിക്കുവാനും അവിടെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു എത്ര അധികമായി ദൈവം ആ ശുശ്രൂഷയെ അനുഗ്രഹിച്ചു. എന്നാൽ ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു നിർത്തിയത്, വാണിയാർ തെരുവിൽ താൻ 25 വർഷങ്ങൾ പ്രവർത്തിച്ച് സ്ഥലം വാങ്ങി പണിത കെട്ടിടത്തിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നെങ്കിലും ദൈവം അത് ഗുണമായി തീർത്തു എന്നുള്ളത് ഈ ബൈബിൾ ഭവനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച് എവിടെ പോകണം, എങ്ങനെ പോകണം എന്ന് യാതൊരു എത്തും പിടിയുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ദൈവം വഴിയൊരുക്കി പണിത് നൽകിയതാണ് ബൈബിൾ ഭവൻ എന്ന് പറയുന്ന ആ കെട്ടിടം. ഇന്ന് അവിടെ ഒരു ബൈബിൾ സ്കൂളുണ്ട്, അവിടെ ഒരു സുവിശേഷകൻ പ്രസ് ഉണ്ട്, അവിടെ താമസിക്കുവാനുള്ള സൗകര്യമുണ്ട്, വിദ്യാർത്ഥികൾക്ക് വന്ന് പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കിക്കൊടുത്തു. ഇതിന്റെ എല്ലാം കാരണമായി തീർന്നത് ഈ ഒരു കഷ്ടതയുടെ നടുവിൽ താൻ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. നമ്മൾ തുണ എനിക്ക് യേശുവേ എന്നുള്ള ഗാനം കേൾക്കുവാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ അതിന്റെ ഓരോ വരികളും നമുക്ക് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകട്ടെ. തന്റെ മനസ്സിൽ കടന്നുപോയ വലിയ വേദനകൾ, അതിന്റെ നടുവിൽ ദൈവം ക്രമീകരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആ ഗാനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ നിന്നും ലിജോ ജോർജ് ആ ഗാനം നമുക്ക് വേണ്ടി പാടും.
ഈ പാട്ട് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഗാനമായതുകൊണ്ട് തന്നെ ഞാൻ ആ ലിറിക്സ് ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവർക്കും കൂടെ ചേർന്ന് അവനവൻ്റെ ഭവനങ്ങളിൽ പാടാമെങ്കിൽ അത് നല്ലതായിരിക്കും. അവനന്റെ സംഗീതവും കമലവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ. അവനന്റെ സംഗീതവും കമലവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരുന്നൻ ചിറകുകളിൻ കീഴിൽ പരിചയമലകയുമാ പരമനിമാരിടത്തിൽ. ശരണമവൻ തരുന്നൻ ചിറകുകളിൻ കീഴിൽ
വല്ലവിധമായിരങ്ങൾ വലിയവ വീണാലും വലയമായി നിന്നെ വല്ലഭ കാത്തിടുവേ. വല്ലവിധമായിരങ്ങൾ വലിയവ വീണാലും വലയമായി നിന്നെ വല്ലഭ കാത്തിടുവേ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മനമിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരിൽ തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മനമിൽ വസിച്ചിടും ഞാൻ. താങ്ക് യു ലിജോ ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സിംഗിങ്. എത്ര നല്ല ഗാനം, എത്ര നല്ല ആലാപനം. ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഗാനം ചെറിയാൻ സാറിന്റെ ഒരു ദൈവത്തോടുള്ള പ്രതികരണമായി താൻ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് പറയുന്ന ചില വാക്കുകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചെറിയാൻ സാറിന്റെ രചനകളിലും ഗാനങ്ങളിലുമെല്ലാം ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ഇതെല്ലാം നന്നായി ഇഴചേർന്ന് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കൽ ചെറിയാൻ സാറും ടി കെ ശാമുവൽ സാറും എസക്കിയേൽ സാറും എല്ലാം കൂടെ നമ്മുടെ സൈമൺ സാറിന്റെ രോഗിയായിരിക്കുന്ന കിടക്കയുടെ അരികിൽ വന്നിരിക്കുന്ന സമയമുണ്ട്. അന്ന് അദ്ദേഹം അന്ന് ആരോ പറഞ്ഞു കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. അപ്പം ചിലർ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ സ്നേഹം ക്രൂശിലെ സ്നേഹമാണ്, അത് ക്രൂശിൽ തുടങ്ങിയ സ്നേഹമാണ്. അപ്പൊ സൈമൺ സാറ് ഒന്ന് കൈകൊണ്ട് കാണിച്ചു, അതിനും മുമ്പേ തുടങ്ങിയ സ്നേഹമാണ്. അപ്പം ലോക സൃഷ്ടി മുതലുള്ള സ്നേഹമാണ് എന്നാരോ പറഞ്ഞു. അപ്പൊ സൈമൺ സാർ പറഞ്ഞു അതിനു മുമ്പുള്ള സ്നേഹമാണ്. അപ്പോ ലോക സ്ഥാപനത്തിനും മുമ്പേ ഉള്ള സ്നേഹമാണ്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു പോയപ്പോൾ സൈമൺ സാറിന്റെ ചെറിയാൻ സാറിന്റെ മനസ്സിൽ ഈ ഒരു ആശയം ഇങ്ങനെ തിങ്ങി നിന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതി, ലോകം അതിന് തുടസമായതിനു മുമ്പേ ആദിപര പാപികളെ ഓർത്ത നിൻ അൻപേ. അതേ ആശയം തന്നെ മറ്റ് ഒരു ഗാനത്തിലും താൻ എഴുതുകയുണ്ടായി. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. അതിൽ താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദ്യം അവൻ സ്നേഹിച്ചെന്നെ ആദി യുഗങ്ങൾക്ക് മുന്നേ, ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണനായി. നോക്കുക, കർത്താവ് എന്നെ സ്നേഹിച്ചു, ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ എന്നെ സ്നേഹിച്ചതാണ്. നമുക്കൊക്കെയും കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെ സ്നേഹിക്കുവാൻ സാധ്യമായി തീർന്നത് അവൻ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ഗാനം നമ്മുടെ ഒക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം സ്പർശനം ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. അൽവറിൽ നിന്നും മജു എബി ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു.
സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. ആദ്യമവൻ സ്നേഹിച്ചെന്നെ, ആദിയുഗങ്ങൾക്കു മുന്നേ. ആദ്യമവൻ സ്നേഹിച്ചെന്നെ, ആദിയുഗങ്ങൾക്കു മുന്നേ. ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണനാ. ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണനാ. പാപിയായി പാരിൽ പിറന്നു, പാപവഴിയിൽ നടന്നു. പാപിയായി പാരിൽ പിറന്നു, പാപവഴിയിൽ നടന്നു. പാതകനായോ നിന്നെയും ദൈവം സ്നേഹിച്ചതാണത്ഭുതം. പാതകനായോ നിന്നെയും ദൈവം സ്നേഹിച്ചതാണത്ഭുതം. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. മറ്റാരും തേടി വന്നില്ല, മറ്റാരും ജീവൻ തന്നില്ല. മറ്റാരും തേടി വന്നില്ല, മറ്റാരും ജീവൻ തന്നില്ല. ഉറ്റ സുഹൃത്തായി ഊഴിയിലിന്നൻ യേശുരാൽ മാത്രമാ. ഉറ്റ സുഹൃത്തായി ഊഴിയിലിന്നൻ യേശുരാൽ മാത്രമാ. അഴലേറും വേളയിൽ തന്റെ കഴലിൽ ഞാൻ ആശ്രയം തേടും. അഴലേറും വേളയിൽ തന്റെ കഴലിൽ ഞാൻ ആശ്രയം തേടും. ചുഴലിനാഴി തിരമേൽ നടന്ന് അരികിൽ വരും രക്ഷകൻ. ചുഴലിനാഴി തിരമേൽ നടന്ന് അരികിൽ വരും രക്ഷകൻ. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം
എത്ര മനോഹരമായ ഒരു ഗാനം. അത് കേൾക്കുമ്പോൾ നമ്മൾ ദൈവ സ്നേഹത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് അതിൽ ഒന്ന് ഊളിയിട്ടിറങ്ങി അതിൻ്റെ ആ മാധുര്യം ആസ്വദിക്കുവാനായിട്ട് കഴിയും. മനോഹരമായി ആ ഗാനം ആലപിച്ചതിന് സിസ്റ്റർ മജു എബിയുള്ള നന്ദി അറിയിക്കുന്നു. ചെറിയാൻ സാറിൻ്റെ രചനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തീം ഫോക്കസ് ചെയ്താണ് താൻ എഴുതുന്നത്. നമുക്കറിയാം മറ്റനേക ഗാനങ്ങൾ എഴുതുമ്പോൾ ഒരു സ്റ്റാൻസയിൽ ഒരു തീമായിരിക്കാം, അടുത്ത സ്റ്റാൻസയിൽ ചെല്ലുമ്പോൾ മറ്റൊരു തീമായിരിക്കാം. അങ്ങനെ പല പാട്ടുകളിലും പാട്ടുകളുടെ ആശയങ്ങൾ എന്ത് ആശയമാണോ ഇതിൽ വരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാതെ എഴുതി പോകുന്ന ഒരു രീതി പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ചെറിയാൻ സാറിന്റെ ഒരു പാട്ട് ഇപ്പൊ നമ്മൾ ദൈവസ്നേഹത്തെ പറ്റി പാടുമ്പോൾ അതിന്റെ പല വശങ്ങൾ അതിന്റെ സ്റ്റാൻസുകളിൽ വിശദീകരിച്ച് ഏറ്റവും മനോഹരമായ സാഹിത്യ ഭംഗിയും അതേസമയം തന്നെ ദൈവിക ആശയങ്ങളും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല നല്ല പ്രാസഭംഗി അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം അവൻ സ്നേഹിച്ചു ആദ്യ യുഗങ്ങൾക്ക് മുമ്പേ ആകയാൽ ഞാനും തന്നെ സ്നേഹിച്ചു ഞാനും. ഇങ്ങനെ നോക്കിയാൽ പ്രാസങ്ങൾ വളരെ കൃത്യമായി കൊണ്ടുവന്ന് എന്നാൽ ആശയങ്ങൾ അതിന്റെ ഗാംഭീര്യത്തിൽ നൽകുന്ന ഒരു രീതിയാണ് ചെറിയാൻ സാറിന്റെ ഗാന രചനകൾക്കുള്ളത്. ചെറിയാൻ സാറിന്റെ തമിഴ്നാട്ടിലെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. അനേക തവണകൾ പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും ബാക്കിയില്ലാത്ത അവസ്ഥ തനിക്ക് അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ ഇതുപോലെയുള്ള കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആളുകൾ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ, ഇങ്ങനെ അനേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു സുവിശേഷകൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആ നിലയിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വരാം. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ കൈവിടാതെ കൂടെ നിൽക്കുന്ന, മാറോട് ചേർക്കുന്ന, അതാണ് കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു സുവിശേഷകന്റെ ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവം. മധുരയിൽ സന്ദർശിച്ച കാര്യം ഞാൻ പറയുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ ചെറിയാൻ സാർ ഈ ഗാനങ്ങളൊക്കെ രചിക്കാൻ കാരണമായി പ്രതിഫലം തന്നിടുവാനും തുണയെനിക്ക് യേശുവൊക്കെ രചിക്കുവാനിടയായ ആ വാണിയാർ തെരുവിലുള്ള ബിൽഡിംഗ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരെന്നെ അവിടെ കൊണ്ടുപോയി. ഇപ്പോഴും ആ സഭാ ഹാൾ അവിടെയുണ്ട്. അതിന്റെ മുകളിൽ ആ ഒരു അഡീഷണൽ താമസ സൗകര്യം അവിടെ ഉണ്ട്. വളരെ ചുരുങ്ങിയ ഒരു താമസ സൗകര്യം. അവിടെ അവരെല്ലാവരും, മക്കളെല്ലാവരും, ചെറിയാൻ സാറും അമ്മച്ചിയും എല്ലാവരും ഒരുമിച്ചാണ് താമസിച്ച് പോന്നിരുന്നത്. അത്ര കഷ്ടപ്പെട്ട വളരെ ലിമിറ്റഡായ ഒരു സാഹചര്യത്തിലാണ് അവർ താമസിച്ചു വന്നത്. അപ്പോൾ ഈ കഷ്ടതകളുടെ എല്ലാം നടുവിൽ ചെറിയാൻ സാറിന് ഏറ്റവും സന്തോഷമായി നിന്നത് തന്റെ ഭാര്യ എല്ലാ കഷ്ടതകളും സഹിക്കുവാൻ തയ്യാറായി തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താൻ പട്ടിണി കിടക്കുമ്പോഴും പരാതിയില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ശുശ്രൂഷകൾക്കെല്ലാം കൂടെ നിൽക്കുകയും ചെയ്ത ദൈവദാസി. 1984 ഏപ്രിൽ മാസം തുടങ്ങിയപ്പോൾ അന്ന് രാവിലെ തന്നെ ഈ അമ്മച്ചിക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടു. തനിക്ക് തളർന്നു പോകുന്ന പോലുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ അവരോർത്തു ഇത് ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയതായിരിക്കാം. കുറച്ച് പഞ്ചസാരയൊക്കെ കലക്കി കൊടുത്തു. എന്നാൽ അതുകൊണ്ടൊന്നും മാറിയില്ല. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ചെറിയാൻ സാറ് അന്നൊരു യോഗത്തിന് കടന്നുപോയി. വളരെ വേഗം തന്നെ താൻ മടങ്ങിയെത്തി. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി പ്രിയതമയെ കണ്ട് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു. അപ്പോൾ പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് അപ്പോഴൊരു ബൈബിൾ ക്ലാസ് നടക്കാറുണ്ട് ബൈബിൾ ഭവനിൽ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്കും ഈ ബൈബിൾ ക്ലാസ്സിന് പോകണം, എൻ്റെ അസുഖമൊക്കെ മാറി, അതുകൊണ്ട് എൻ്റെ ഇതെല്ലാം മാറ്റിയേക്കാൻ പറഞ്ഞ് നിർബന്ധം പിടിച്ച് പോരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റുകയില്ല, ഒരു ദിവസം കൂടെ കിടക്കണം. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് താൻ മടങ്ങിപ്പോന്നു. വീണ്ടും ബുധനാഴ്ച വെളുപ്പിനെ ആയപ്പോൾ ചെറിയാൻ സാറിന്റെ മനസ്സിലൊരു തോന്നല്, എനിക്ക് വേഗം പോയി ഒന്ന് കാണണം. അപ്പം ചെറിയാൻ സാറ് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ ചെന്നു. അന്ന് അദ്ദേഹം തന്റെ ഭാര്യയുമായി സംസാരിച്ചു, പ്രാർത്ഥിച്ചു, ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു, അമ്മച്ചി ആമേൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് താൻ മടങ്ങി ബൈബിൾ ഭവനിലേക്ക് പോകുന്നു. എന്നാൽ അന്ന് ഏപ്രിൽ 4 തന്നെ വീണ്ടും ഒരു അറ്റാക്ക് കൂടെ ഉണ്ടായി. അമ്മച്ചി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അത് തന്റെ ജീവിതത്തെ വളരെയധികം വേദനിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. ഇത്രയും വർഷങ്ങളിൽ ഈ വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ വേലസ്ഥലങ്ങളിലെല്ലാം ഒപ്പം നിന്ന് വേലയ്ക്ക് കൂട്ടാളിയായി നിന്നിരുന്ന ആ വ്യക്തി തന്നിൽ നിന്നും വേർപിരിഞ്ഞു എന്നുള്ളത് തന്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു.
ആ സമയത്താണ് തൻ്റെ മനസ്സിൽ നിന്നും ഈ വരികൾ ഓടിയെത്തിയത്. നീ മാത്രമാണ് എൻ്റെ ആശ്രയം, എന്നേശുവേ, എൻ ജീവനെ, എന്നാശ നീ മാത്രമാം. എൻ്റെ ഏകാന്ത നേരങ്ങളിൽ എൻ്റെ കാന്ത, നീയാണ് എൻ്റെ ഉള്ളിൽ ആശ്വാസം. എൻ്റെ കൂട്ടാളികൾ പോയിടുമ്പോൾ തെറ്റാതെ എൻ്റെ ആവശ്യ നേരങ്ങളിൽ നീ എനിക്ക് കൂട്ടായിട്ടുണ്ട്. മാത്രമല്ല, വേറെ എനിക്ക് ആശ്രയം ഇല്ല, എനിക്ക് വേറെ ആരുമില്ല. നേരിട്ടെൻ്റെ അടൽ നീക്കുവാനായിട്ട് നീ മാത്രമാണ് കൂടെയുള്ളത്. നോക്കുക, ഒരു ദൈവഭക്തൻ തൻ്റെ പ്രതികൂല സാഹചര്യത്തിലും കർത്താവാണ് തുണ എന്നുള്ള നിലയിൽ ആശ്വാസം കണ്ടെത്തുന്ന വ്യക്തിയാണ്. നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരാശയം ഞാനിങ്ങനെ കേട്ടിരിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും അവിടെയെല്ലാം പ്രശ്നങ്ങളെയല്ല കാണുന്നത്, ദൈവത്തെയാണ് കാണുന്നത്. എം. ചെറിയാൻ സാറിന്റെ ജീവിതം അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിൽ ദൈവത്തെ കണ്ടതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്കിന്നും പാടുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ മനോഹര ഗാനം ഇപ്പോൾ കേൾക്കാം. അറ്റ്ലാന്റയിൽ നിന്നും ജിജോ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഓവർ ടു ജിജോ. എന്നേശുവേ, എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. എന്നേശുവേ, എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, എൻ കാന്ത നീയുള്ളിലാശ്വാസമായി വൈകാതെ മുൻ വന്നിടും. എൻ കാന്ത നീയുള്ളിലാശ്വാസമായി വൈകാതെ മുൻ വന്നിടും. എന്നേശുവേ, എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. രാവിൽ വിളക്കാണു നീ, എന്നാവിൽ മധുവാണു നീ. രാവിൽ വിളക്കാണു നീ, എന്നാവിൽ മധുവാണു നീ. അളവില്ല കഥനത്തിൻ കാർമേഘത്തിൽ മഴവില്ലൊളിയാണു നീ. അളവില്ല കഥനത്തിൻ കാർമേഘത്തിൽ മഴവില്ലൊളിയാണു നീ.
യേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എൻ യേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ. താങ്ക് യു ബ്രദർ ജിജോ. ആ പാട്ടിന്റെ ആശയങ്ങൾ അതിന്റെ ഫീലിൽ തന്നെ പാടി കേൾപ്പിക്കുവാനായിട്ട് ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എമിച്ചറിയാൻ സാറിന്റെ സഹധർമ്മിണി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടത് 1984 ഏപ്രിൽ 4 എന്നാൽ 1985 ആയപ്പോൾ മറ്റൊരു വേദന തന്നെ അലട്ടുവാനായിട്ട് ഇടവന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ജെയിംസ് ചെറിയാൻ തന്നെ എഴുതിയിരിക്കുന്ന ഒരു രചനയിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അന്ന് ജെയിംസ് ചെറിയാൻ അദ്ദേഹം സൗദിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു ശനിയാഴ്ച അദ്ദേഹം ഇങ്ങനെ പകൽ സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കൂട്ടു സഹോദരന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് വേഗം കയറി മുറിയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല എന്തിനാണ് ഇവർ വന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അതിലൊരാൾ ചോദിച്ചു, മധുരയിൽ എന്തുണ്ട് വിശേഷം? അപ്പം ജെയിംസ് ചാൻ പറഞ്ഞു, മധുരയിൽ അങ്ങനെ വിശേഷമുള്ളതായിട്ടൊന്നും അറിവില്ല. എന്നിട്ട് പറഞ്ഞു, അവിടെ വിശേഷമുണ്ട്, എന്നിട്ടും ജെയിംസ് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ ജെയിംസ് ചാൻ ആ കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞു, ഓ, മക്കളോട് പോലും ചോദിക്കാതെ സാർ ഇങ്ങനെ ചെയ്തല്ലോ. അപ്പം ജെയിംസ് ചെറിയാൻ ബ്രദറിന് അത് വളരെ അതിശയമായിട്ട് തോന്നി. എന്താണ് എമിച്ചെറിയാൻ സാർ ചെയ്തത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാറ് വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ജെയിംസ് ചെറിയാൻ ചാന് ആ കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം ചെറിയാൻ സാറിനെ വിളിച്ചു ചോദിച്ചു, അപ്പച്ചാ ഇങ്ങനെ അവിടെ എന്താ കാര്യം, ഇങ്ങനെ ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ചെറിയാൻ സാർ ചോദിച്ചു, മോനെ, സൗദിയിലും ഈ സംസാരം ഉണ്ടായോ? ഇന്നലെ രാത്രി അമേരിക്കയിൽ നിന്നും ആളുകൾ എന്നെ വിളിച്ച് ഈ കാര്യമൊക്കെ ചോദിച്ചു. ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ വേദന തോന്നി. കാരണം ഭാര്യ മരിച്ച് 1 വർഷമേ ആയിട്ടുള്ളൂ. അതിന്റെ നടുവിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്ന സഹോദരങ്ങളുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടി. അന്ന് രാത്രിയിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്നു. അദ്ദേഹം ഇങ്ങനെ എഴുതി, പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ, തിരുച്ചിറകടിയിൽ മറച്ച് ഇരുൾ തീരും വരെ എനിക്കരുളും അരുമയോടെ അഭയം. നമുക്കറിയാം, വളരെ മനോഹരമായ സാഹിത്യ ഭംഗിയും ഒക്കെ നിറഞ്ഞൊരു പാട്ടാണ്. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. നോക്കുക, വലിയ പ്രശ്നം, ആരോപണങ്ങൾ വെറുതെ ആളുകൾ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ വേദനിച്ച സമയം കളയാതെ കർത്താവിൽ ആശ്രയം വെച്ചപ്പോൾ അതൊരു മനോഹര ഗാനമായിട്ട് തീരുകയാണ്. നമ്മളെല്ലാം ആശ്വസിപ്പിക്കുന്ന, നമ്മളെപ്പോഴും ആവർത്തിച്ച് പാടുന്ന ആ ഗാനം പിറക്കുന്നത് ആ സാഹചര്യത്തിലാണ്. ഇപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം. അറ്റ്ലാന്റയിൽ നിന്നും സഹോദരി ഗീത തോമസ് ആ ഗാനം പാടുന്നു. നമ്മളിപ്പോൾ കേട്ട ജിജോ തോമസിന്റെ മദറാണ്. വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായികയാണ്. നമുക്ക് പ്രിയ ആന്റിയിൽ നിന്നും ഗാനം ശ്രദ്ധിക്കാം.
കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല ഭരണി. അരകളിൻ നടുവിൽ വീരുന്നൊരുക്കും നീ. പരിമള തൈലം പകരുമെൻ ശിരസിൽ. അരകളിൻ നടുവിൽ വീരുന്നൊരുക്കും നീ. പരിമള തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ പരിചിതർ പലരും പരിഹസിച്ചെന്ന പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. പരിചിതർ പലരും പരിഹസിച്ചെന്ന പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. തിരുചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയുടെ ഭയം. തിരുചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയുടെ ഭയം. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ കരുണയിൻ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും ഈ മരുവിലെനിക്ക്. കരുണയിൻ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും ഈ മരുവിലെനിക്ക്. ഇരവിലെന്നൊളിയായി പകലിൽ തണലായൊരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലെന്നൊളിയായി പകലിൽ തണലായൊരു പൊഴുതും നീ പിരിയുകയില്ല. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ദൈവനാമത്തിന് മഹത്വം. മനോഹരമായ ആ ആലാപനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എത്ര നല്ല ആശയങ്ങൾ, എത്ര നല്ല ഈണം, എത്ര നല്ല ആലാപനം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, എം ചെറിയാൻ സാറിന്റെ പ്രവർത്തന മേഖല തമിഴ്നാട്ടിലായിരുന്നെങ്കിലും താൻ തന്റെ ശുശ്രൂഷകൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് മാറി. അതിന്റെ കാരണമായി തീർന്നത് താൻ ഒരു മാസിക ആ സമയത്ത് തുടങ്ങുവാനിടയായി തീർന്നു. സുവിശേഷകൻ എന്നുള്ള പേരിൽ ഒരു മാസിക തുടങ്ങുവാനിടയായി തീർന്നു. അത് ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ അതിനെ വിമർശിച്ചു. എന്നാൽ നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടുമുള്ള ബ്രദറൻ സമൂഹത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ഒരു മാസികയായിട്ട് അത് വളരുവാൻ ദൈവം അനുവദിച്ചു. അപ്പൊ ആ നിലയിൽ തന്റെ ശുശ്രൂഷകൾ വ്യാപിച്ചു. അതുപോലെ തന്നെ സുവിശേഷകൻ ബാലസംഘം എന്നുള്ള ശുശ്രൂഷ ആരംഭിച്ചത് മൂലം കുട്ടികളുടെ ഇടയിലെ ആ ശുശ്രൂഷ വ്യാപിക്കുവാനായിട്ട് ഇടവന്നു. ഞാനും ഓർക്കുന്നു, എൻ്റെ ബാല്യകാലത്തിൽ ബാലസംഘത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ചെറിയാൻ സാർ അവിടെ വരുമ്പോൾ എത്ര മനോഹരമാണ് ക്യാമ്പുകൾ പോയിരുന്നത്. ചെറിയാൻ സാറിന്റെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷമുണ്ടായിരുന്നു. താൻ ഇത്രയും വലിയ ശുശ്രൂഷകൾ, മിഷണറി വേല ചെയ്യുന്നു, അതുപോലെ മറ്റ് അനേക ശുശ്രൂഷകൾ ചെയ്യുന്നു, ബൈബിൾ സ്കൂൾ നടത്തുന്നു, എന്നാലൊക്കെയും അവരുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള ഒരു നല്ല സഹൃദയമായിട്ടുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും സന്തോഷമായിരുന്നു.
തന്റെ സന്തോഷത്തെ ഏറ്റവും അധികം കാണിക്കുന്ന ഒരു ഗാനമുണ്ട്. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. അതിന്റെ സ്റ്റാൻസകളൊക്കെ നോക്കുമ്പോൾ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത് മൂലം, എൻ്റെ ശോധനകളിൽ നിന്ന് എന്നെ വിടുവിച്ചത് മൂലം ആരും തരാത്ത ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ നിറയ്ക്കുവാനായിട്ട് ഈ കർത്താവിന് കഴിയുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ സന്തോഷമുണ്ട്, അതുകൊണ്ട് ശാപത്തിനാൽ പാടുപെടുന്നവരെ ഈ സൗജന്യമായ രക്ഷ സ്വീകരിച്ച് ഈ സന്തോഷത്തിലേക്ക് കടന്നു വരണം. വളരെ മനോഹരമായ ഒരു ഗാനമാണ്, നമ്മൾ ആവർത്തിച്ച് പാടുന്ന ഒരു ഗാനമാണ്. ഇപ്പോൾ റിജോയ് കെ ജോൺ നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. പാപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷമെന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷമെന്നിൽ തന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷമെന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷമെന്നിൽ തന്നല്ലോ. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു, പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു, പരമരക്ഷകൻ തൻ തിരുനീണം ചൊരിഞ്ഞു, പരമരക്ഷകൻ തൻ തിരുനീണം ചൊരിഞ്ഞു, പാപിയമെന്നെയും വീണ്ടെടുത്തു, പാപിയമെന്നെയും വീണ്ടെടുത്തു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ശോധന നേരിടുമ്പോ, സ്നേഹിതർ മാറിടുമ്പോ, ശോധന നേരിടുമ്പോ, സ്നേഹിതർ മാറിടുമ്പോ, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി, തിരുക്കരത്താൽ അവൻ താങ്ങി നടത്തും, തിരുക്കരത്താൽ അവൻ താങ്ങി നടത്തും. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം, ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം, അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ, അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ, അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ, അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ.
ശാപത്തിനാ പാടുപെടും അവരെ പാപത്തിൻ ശാപത്തിനാ പാടുപെടും അവരെ സൗജന്യമാണി സൗഭാഗ്യമാകയാൽ സൗജന്യമാണി സൗഭാഗ്യമാകയാൽ സൗകര്യമാണിപ്പോൾ മനം തിരിവിൻ സൗകര്യമാണിപ്പോൾ മനം തിരിവിൻ സന്താപം തീർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ഹല്ലേലൂയ യേശു പാപം മോചിച്ചു എന്നെ മുറ്റും രക്ഷിച്ചു സന്തോഷം എന്നിൽ തന്നല്ലോ സന്താപം തീർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ഹല്ലേലൂയ യേശു പാപം മോചിച്ചു എന്നെ മുറ്റും രക്ഷിച്ചു സന്തോഷം എന്നിൽ തന്നല്ലോ. താങ്ക് യു ബ്രദർ റിജോയ് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സിംഗിങ്. നമുക്കറിയാം ചെറിയാൻ സാറിന്റെ പാട്ടുകളുടെ വരികൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന വളരെ മനോഹരമായ വരികളാണ്. അത് നല്ല നിലയിൽ പാടി അത് നമുക്ക് വേണ്ടി തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ചെറിയാൻ സാറ് 300ഓളം ഗാനങ്ങൾ എഴുതുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. മലയാളത്തിലും തമിഴിലും ചില ഗാനങ്ങൾ എഴുതുവാനിടയായി. അങ്ങനെ ക്രൈസ്തവ കൈരളി ലോകമെമ്പാടും പാടി ആനന്ദിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ രചിക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇന്ന് ചെറിയാൻ സാറ് നിത്യതയിൽ ആയിരിക്കുന്നു. എന്നാൽ ഇന്നും ചെറിയാൻ സാറിന്റെ ഗാനങ്ങൾ ഏത് കൂടിവരവിലും അറ്റ്ലീസ്റ്റ് ഒരു പാട്ടെങ്കിലും ചെറിയാൻ സാർ എഴുതിയ ഗാനങ്ങൾ പാടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ മോശയിൽ ഉരുത്തിരിഞ്ഞ ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. മാത്രമല്ല അതിന്റെ സാഹിത്യ ഭംഗി ഉള്ളപ്പോൾ തന്നെ അതിന്റെ ലാളിത്യം, സിംപ്ലിസിറ്റി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആർക്കും മനസ്സിലാകും, ആർക്കും പാടുവാനും ആനന്ദിക്കുവാനും കഴിയും. എന്നാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കത്തക്കവണ്ണം സാഹിത്യ ഭംഗിയുള്ളതുമാണ്. അത്രമാത്രം നല്ല ലളിതമായ വരികൾ എഴുതുവാനായിട്ട് ദൈവം നിയോഗിച്ച് അയച്ച ഒരു ദൈവദാസനായിട്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. യേശുക്രിസ്തുവിൽ ആശ്രയം വെക്കുന്ന വ്യക്തി എത്ര ഭാഗ്യമുള്ള അവസ്ഥയിലാണ് എന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ്. അതിന്റെ ഒരു സ്റ്റാൻസ ഇങ്ങനെയാണ്: ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി, തീരാത്ത സന്തോഷം ക്രിസ്തുവിൽ ഉണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. ഒരു വശത്ത് ഭൂമിയിൽ നോക്കിയാൽ കണ്ണുനീരും ദുഃഖവും നിരാശയും കാണുവാൻ കഴിയും. എന്നാൽ മറുവശത്ത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യ അവസ്ഥയിലാണ്. കാരണം അവന്റെ കരം പിടിക്കുന്നത് കർത്താവാണ് എന്ന് പറയുന്ന വലിയ ധൈര്യത്തിന്റെ വാക്കുകൾ. ഇപ്പോൾ ആ ഗാനത്തിന്റെ ഹിന്ദി വേർഷനാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. കാനഡയിൽ നിന്നും ആൻസി കുര്യൻ നമുക്ക് വേണ്ടി ആ ഗാനം പാടും. मेरा भरोसा यीशु में है, धन्य हूँ मैं, धन्य हूँ मैं। तसल्ली मुझको वो देता है, धन्य हूँ मैं, धन्य हूँ मैं। मेरा भरोसा यीशु में है, धन्य हूँ मैं, धन्य हूँ मैं। तसल्ली मुझको वो देता है, धन्य हूँ मैं, धन्य हूँ मैं। अंधेरे राहों में मैं चलते वक्त प्रभु के चरणों में गिर पड़ता हूँ। अंधेरे राहों में चलते वक्त प्रभु के चरणों में गिर पड़ता हूँ। करुणा में प्रभु अपने हाथों से संभालेगा, मुझे संभालेगा। करुणा में प्रभु अपने हाथों से संभालेगा,
मुझे संभालेगा। मेरा भरोसा यीशु में है। धन्य हूँ मैं, धन्य हूँ मैं। तसल्ली मुझको वो देता है। धन्य हूँ मैं, धन्य हूँ मैं। काल्वरी यीशु मेरा प्रभु, मृत्यु से वो जी उठा है। काल्वरी यीशु मेरा प्रभु, मृत्यु से वो जी उठा है। मृत्यु के ऊपर जय पाया यीशु मेरा प्रभु, मेरा प्रभु। मृत्यु के ऊपर जय पाया यीशु मेरा प्रभु, मेरा प्रभु। मेरा भरोसा यीशु में है। धन्य हूँ मैं, धन्य हूँ मैं। तसल्ली मुझको वो देता है। धन्य हूँ मैं, धन्य हूँ मैं। कितना मैं धन्य इस जग में, और कहीं नहीं मिल सकता है। कितना मैं धन्य इस जग में, और कहीं नहीं मिल सकता है। आनंद की भरपूरी यीशु में मिलती है। आंसू भरा जीवन इस जग में, इस जग में। आनंद की भरपूरी यीशु में मिलती है। आंसू भरा जीवन इस जग में, इस जग में। मेरा भरोसा यीशु में है। धन्य हूँ मैं, धन्य हूँ मैं। तसल्ली मुझको वो देता है। धन्य हूँ मैं, धन्य हूँ मैं। Thank you. വളരെ മനോഹരമായ ആലാപനം. നമുക്ക് ഒരു വളരെ മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനും ആലാപന ശൈലിയും നമുക്ക് കേൾക്കുവാനിടയായി. താങ്ക് യു സിസ്റ്റർ ഫോർ ദ ബ്യൂട്ടിഫുൾ സിംഗിങ്. എം ചെറിയാൻ സാറിന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് 1993 കാലഘട്ടമായിരുന്നു. 93 ജൂലൈ മാസങ്ങളിലൊക്കെ താൻ അമേരിക്ക വിസിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് ജൂലൈ 4 തീയതി ഞായറാഴ്ച ന്യൂയോർക്കിലുള്ള ഇന്ത്യ ഗോസ്പൽ അസംബ്ലിയിൽ താൻ സുവിശേഷ യോഗത്തിന് സംസാരിക്കുകയാണ്. പക്ഷെ അന്ന് അദ്ദേഹം സംസാരിച്ച വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന ദൈവജനം ഒന്ന് കുറിക്കൊണ്ടു. കാരണം അന്ന് താൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ വളരെ നാളുകളായി ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വയൽ പ്രദേശത്തു നിന്നും തന്നെ കർത്താവ് എന്നെ വിളിക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം അങ്ങ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് അറിയില്ല. പക്ഷേ ആളുകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയുണ്ടായി. അന്ന് ആ വാക്കുകൾ ഒക്കെ പറഞ്ഞതിന് ശേഷം ന്യൂജേഴ്സിയിലുള്ള എബ്രഹാം ടി വർഗീസ് അങ്കിളിന്റെ ഭവനത്തിലേക്കാണ് താൻ കാറിൽ പോകുന്നത്. ഇന്ന് എബ്രഹാം ടി വർഗീസ് അങ്കിൾ ഇപ്പോൾ ഞങ്ങളുടെ ഡാളസിലുള്ള അസംബ്ലിയിലുണ്ട്. അന്ന് അദ്ദേഹം അവിടെയായിരുന്ന സമയത്ത്
അപ്പോൾ അവറാച്ചനങ്ങൾ ഇങ്ങനെ ചെറിയാൻ സാറിനോട് ചോദിച്ചു, സാറിന്റെ പുതിയ പാട്ടുകൾ ഇപ്പോൾ ഏതൊക്കെയാണുള്ളത്? അപ്പോൾ ലേറ്റസ്റ്റ് എഴുതിയൊരു പാട്ട് കാറിൽ വെച്ച് അദ്ദേഹം പാടി കേൾപ്പിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ അവറാച്ചനങ്ങളുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് രാത്രി വളരെ വെളുപ്പാങ്കാലത്തും തന്റെ മുറിയിലെ വെളിച്ചം ഓണായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മനോഹരമായ ഒരു പുതിയ ഗാനവുമായിട്ടാണ് താൻ വരുന്നത്. ആ ഗാനം താൻ പാടി കേൾപ്പിച്ചു. പുതിയ ഗാനം ഇതാ: എനിക്കുണ്ടൊരു പുത്തൻ പാട്ട് പാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്തം നാട് പോകാൻ. നോക്കുക, തന്റെ മനസ്സിൽ താൻ ഇപ്പോൾ ആയിരിക്കുന്നത് അമേരിക്കയിലുള്ള ഒരു വീട്ടിലാണ്. പക്ഷെങ്കിൽ എനിക്കൊരു സ്വന്തം വീട് ഉള്ളത് ഈ ഭൂമിയിലെങ്ങുമല്ല. എനിക്ക് പോകാനൊരു നാടുണ്ട്, എനിക്ക് ചെല്ലാനൊരു വീടുണ്ട്, എൻ്റെ സ്വന്തം സ്ഥലം ഇതല്ല എന്നുള്ള ആ ബോധ്യം തന്റെ മനസ്സിൽ നിറയുകയും താൻ ആ ഗാനം എഴുതുകയും ചെയ്തു. ഒരു പക്ഷെങ്കിൽ ചെറിയാൻ സാറ് പോലും വിചാരിച്ച് കാണുകയില്ല അതായിരുന്നു തന്റെ അവസാനത്തെ ഗാനരചന എന്നുള്ളത്. പക്ഷെ അത്ര മനോഹരമായ ഒരു ഗാനം താൻ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചു. അദ്ദേഹം അതിനകത്ത് എഴുതി: അല്ലല്ല, ഞാൻ അനാഥനല്ല, അല്ലലിൽ വലയുന്ന അഗതിയല്ല, വല്ലഭൻ ദൈവമാണ് എൻ്റെ പിതാവ്. അവൻ ഇനി ബുദ്ധിമുട്ടിന് ഒരു കാര്യവുമില്ല, കാരണം അവന്റെ കരുണയിൽ ഉത്തമ സമ്പത്ത് എനിക്ക് നൽകി ക്രിസ്തുവിൻ എന്നെ ധനികനാക്കിയിരിക്കുന്നു. ആ മനോഹരമായ ഗാനം താൻ എഴുതി. നമുക്കറിയാം, അതിനുശേഷം താൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. 1993 ഒക്ടോബർ 2 അന്നും താൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള മുതുകുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസംഗിക്കാനായിട്ട് കടന്നു പോവുകയാണ്. കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു. അവിടെ ഗാനശുശ്രൂഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചെറിയാൻ സാറ് താൻ അന്ന് പ്രസംഗം ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും താൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേരുകയുമാണ് ഉണ്ടായത്. താൻ അമേരിക്കയിൽ വെച്ച് അന്ന് പറഞ്ഞ ആ വാക്ക് പോലെ തന്നെ കർത്താവിന്റെ വേലസ്ഥലത്തായിരിക്കുമ്പോൾ തന്നെ എനിക്ക് വയൽപ്രദേശത്തു നിന്ന് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം എന്നുള്ള ആ ദൈവദാസന്റെ ആഗ്രഹത്തെ കർത്താവ് മാനിച്ചു. ആ കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. 76 വർഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു ജീവിതം. എന്നാൽ നോക്കുക, എത്ര പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്റെ ജീവിതം കൊണ്ട് ദൈവം സാധിപ്പിച്ചു. ഒരു കൊച്ചു സാർ എന്നുള്ള നിലയിൽ ഒരു കുറിയ മനുഷ്യനായിരുന്ന ആ വ്യക്തി തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തിലൂടെ തീർത്തു. ഇന്ന് നാം ചെറിയാൻ സാറിന്റെ ഗാനങ്ങൾ പാടുന്ന ഈ സംഗീത സന്ധ്യയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പാട്ട് കേട്ട് ആസ്വദിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു ഇൻസ്പിറേഷനായി തീരണം. തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവം അദ്ദേഹത്തെ ധാരാളമായി ഉപയോഗിച്ചു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ജീവിതം നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഇപ്പോൾ ഉടുമൽപേട്ടിൽ നിന്നും പ്രശസ്ത ഗായകൻ ഷിബു ജോസ് നമുക്ക് വേണ്ടി ആ ഗാനം പാടുകയാണ്: എനിക്കുണ്ടൊരു പുത്തൻ പാട്ട് പാടാൻ. എനിക്കുണ്ടൊരു പുത്തൻ പാട്ടു പാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാട് പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീട് പാർക്കാൻ, എനിക്കുണ്ടൊരു പുത്തൻ പാട്ടു പാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാട് പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീട് പാർക്കാൻ. അല്ലല്ല, ഞാനിന്നനാഥനല്ല, അല്ലലിൽ വലയുന്ന ഗതിയല്ല. അല്ലല്ല, ഞാനിന്നനാഥനല്ല,
അനാഥനല്ല, അല്ലലിൽ വലയുന്ന ഗതിയല്ല. വല്ലഭൻ ദൈവം എൻ പിതാവായി, നല്ലവനായി എനിക്കുണ്ടു നിത്യം. വല്ലഭൻ ദൈവം എൻ പിതാവായി, നല്ലവനായി എനിക്കുണ്ടു നിത്യം. എനിക്കുണ്ടൊരു പുത്തൻ പാട്ടുപാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാടു പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീടു പാർക്കാൻ. മന്നവ മന്നൻ മനുസുതനായി, മന്നിതിൽ പാപിയെ തേടി വന്നു. മന്നവ മന്നൻ മനുസുതനായി, മന്നിതിൽ പാപിയെ തേടി വന്നു. ഉന്നത വിണ്ണിൻ അനുഗ്രഹങ്ങൾ ഒന്നും കുറയാതെനിക്കു തന്നു. ഉന്നത വിണ്ണിൻ അനുഗ്രഹങ്ങൾ ഒന്നും കുറയാതെനിക്കു തന്നു. എനിക്കുണ്ടൊരു പുത്തൻ പാട്ടുപാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാടു പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീടു പാർക്കാൻ. ബുദ്ധിമുട്ടൊന്നിനും കാര്യമില്ല, നിത്യപിതാതൻ കരുണയിനാൽ. ബുദ്ധിമുട്ടൊന്നിനും കാര്യമില്ല, നിത്യപിതാതൻ കരുണയിനാൽ. ഉത്തമ സമ്പത്തെനിക്കു നൽകി, ക്രിസ്തുവിൽ എന്നെ ധനികനാക്കി. ഉത്തമ സമ്പത്തെനിക്കു നൽകി, ക്രിസ്തുവിൽ എന്നെ ധനികനാക്കി. എനിക്കുണ്ടൊരു പുത്തൻ പാട്ടുപാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാടു പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീടു പാർക്കാൻ, എനിക്കുണ്ടൊരു പുത്തൻ പാട്ടുപാടാൻ, എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ, എനിക്കുണ്ടൊരു സ്വന്ത നാടു പോകാൻ, എനിക്കുണ്ടൊരു നല്ല വീടു പാർക്കാൻ.